അതേ പ്രിയപ്പെട്ടവരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് ആദം ചെയ്ത പാപത്താല് അവന്റെ മക്കളായിരിക്കുന്ന സന്തതി പരമ്പരകളായിരിക്കും നമ്മുടെ പിതാവിന്റെ രക്തത്താല് നമ്മൾ ഇപ്പോൾ ജനിക്കപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മൾ നിക്ഷേപിക്കപ്പെട്ടുവെങ്കിൽ, അന്ന് മുതൽ നമ്മൾ പാപിയായതിന്റെ കാരണം ആദം ചെയ്ത പാപമായിരിക്കാലും നമ്മൾ ചെയ്ത പ്രവൃത്തിയാൽ അല്ല നമ്മൾ നാശത്തിലേക്ക് പോകുന്നത്. ആദം എന്ന് പറഞ്ഞ നമ്മുടെ പിതാവ് ചെയ്ത പാപത്താലത്തെ നമ്മൾ നരകത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? അവൻ മുഖാന്തരം നമ്മൾ പാപികളും അവൻ മുഖാന്തരം നമ്മൾ നാശയോഗ്യരുമായിട്ട് തീർന്നെങ്കിൽ, ഇതാ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് രക്ഷാകരമായിരിക്കുന്ന ദൈവകൃപ ഉദിച്ചിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടെ, ഒരുവനാൽ പാപവും പാപത്താൽ മരണവും വന്നെങ്കിൽ യേശുക്രിസ്തു എന്ന ഏകനാൽ നമുക്ക് പാപമോചനവും ദൈവത്തിലേക്കുള്ള വീണ്ടെടുപ്പും ഇതാ സാധ്യമാക്കിയിരിക്കുന്ന ക്രൂശീകരണം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നുവല്ലോ. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടതിന്റെ കാരണം നമ്മുടെ അകൃത്യങ്ങളാണ്, നമ്മുടെ അതിക്രമങ്ങളാണ്, നമ്മുടെ ലംഘനങ്ങൾ നിമിത്തം അവൻ അടിയേൽക്കേണ്ടി വന്നു. എന്നിട്ടോ നമ്മുടെ മരണശിക്ഷയ്ക്ക് യോഗ്യമായിരിക്കും നമ്മുടെ പാപഭാരം ചുമന്നത് വഴി, ആ മരക്കുരിശ് അവൻ ചുമന്നത് വഴി, അതേ പാപത്തില് അതേ മരക്കുരിശിൽ അവൻ ഇതാ ആണിയേറ്റ് മരിക്കേണ്ടി വന്നു. ഇതാകുന്നു ഗോഡ് ഇസ് ലവ്, ഇതാകുന്നു ദൈവകൃപ. അതേ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായിട്ട് തീരേണ്ടതിന് ദൈവം തന്റെ നീതിയുള്ള പുത്രനെ നമ്മുടെ പാപങ്ങൾ ചുമത്തി പാപമാക്കി നമുക്ക് പകരക്കാരനായിട്ട് മരണത്തിനായിട്ട് വിധിക്കപ്പെട്ട ഈ ദൈവകൃപ നിങ്ങൾ ഇന്നേവരെ വ്യർത്ഥമാക്കി കളഞ്ഞവരാണ്. ഇനി നിങ്ങൾ അതിനെ അംഗീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.